സമുദ്രത്തിലെ പരൽമീൻ മാത്രമാണ്, മഹാസമുദ്രമാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞ ആ സമുദ്രത്തിലെ പരൽമീനായി സ്വയം മാറിയ എഴുത്തുകാരൻ്റെ വാക്കുകളാണ് ഗുരു ആരാണ് എന്നറിയാനുള്ള അന്വേഷണത്തിന് എന്നെ പ്രേരിപ്പിച്ചത് എന്ന് വിനയപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്ന ചിത്രം കണ്ടിട്ടും നമ്മളൊന്നും മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. ലോകം പറയും ഐ ഫീൽ നത്തിങ്, എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം എൻ്റെ കുഞ്ഞല്ല മരിച്ചു വീണത്, എൻ്റെ കുഞ്ഞിൻ്റെ ശവശരീരമല്ല കൈമാറ്റം ചെയ്യപ്പെട്ടത്, എനിക്കൊന്നും തോന്നുന്നില്ല എന്നുള്ള ഒരു വല്ലാത്ത നിർവികാരതയിലേക്ക് ലോകം മാറുന്ന ഭീതി ഉണർത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധ്യം വേണം. ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നോമ്പുതുറയുടെ സമയമായത്. ഒരു വശത്ത് പ്രാർത്ഥന നടക്കുന്നു, മറുവശത്ത് നോമ്പുതുറ നോമ്പു തുറക്കുന്നു. ഒരേ വേദിയിൽ വെച്ച് അത് ചെയ്യാൻ കഴിഞ്ഞ ഒരു വലിയ അടിത്തറയുള്ള വലിയ ചിന്തയുള്ള ഒരു ആശ്രമമാണ് ഈ ആശ്രമം എന്ന് ഞാൻ പ്രത്യേകമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അത്തരമൊരു ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം അന്ന് കിട്ടിയത് ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എന്നെ പോലും സുന്ദരനാക്കാൻ പറ്റും എന്നെനിക്ക് ബോധ്യമായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെയുള്ള എൻ്റെ ചിത്രങ്ങൾ കണ്ടു. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. നവജ്യോതിശ്രീ കരുണാകര ഗുരുവിൻ്റെ ജന്മശതാബ്ദി മഹോത്സവങ്ങളുടെ ആഘോഷമാണ്. തീർച്ചയായും ഇത് വിശ്വശാന്തി സന്ദേശയജ്ഞമായി മാറുകയാണ്. ഗുരുവിൻ്റെ വാക്കുകൾ, ഗുരുവിൻ്റെ സന്ദേശം ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തണം എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഈ ജന്മശതാബ്ദി ആഘോഷം വിശ്വശാന്തി സന്ദേശയജ്ഞമായി മാറുന്നത്. ലോകം മുഴുവൻ സംഘർഷഭരിതമാണ്. യുദ്ധങ്ങൾ നടക്കുന്നു, കലാപങ്ങൾ നടക്കുന്നു, മനുഷ്യൻ പരസ്പരം ഏറ്റുമുട്ടുന്നു. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, രാജ്യാതിർത്തികളുടെ പേരിൽ, നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ, ട്രേഡ് വാറുകളുടെ പേരിൽ എല്ലാം ലോകത്ത് എല്ലായിടത്തും ഏറ്റുമുട്ടലുകളാണ്. അവിടെ ഗുരുവിൻ്റെ സന്ദേശം എത്തിച്ച്, വാക്കുകൾ എത്തിച്ച് മനുഷ്യ നന്മയുടെ പ്രകാശം പരത്തുക എന്നതാണ് വിശ്വശാന്തി സന്ദേശയജ്ഞത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ അഭിവന്ദ്യനായ ഗുരുവിനെ തിരിച്ചറിയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്ന ശ്രീ OV വിജയൻ എഴുതിയ ഗുരുസാഗരം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വായിച്ചതിലൂടെയാണ്. ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ആ പുസ്തകം വായിച്ചു തീർത്തത്. എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആ പുസ്തകത്തിൻ്റെ വരികളിലൂടെ ഗുരുവിൽ ലയിച്ചു ചേരുന്നത് ആ വായനയിലൂടെ, വരികൾക്കിടയിലൂടെ കാണാൻ എനിക്ക് കഴിഞ്ഞു. ശ്രീ OV വിജയൻ എന്ന എഴുത്തുകാരൻ പറഞ്ഞു, ഞാൻ ഈ സമുദ്രത്തിലെ പരൽമീൻ മാത്രമാണ്, മഹാസമുദ്രമാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞ ആ സമുദ്രത്തിലെ പരൽമീനായി സ്വയം മാറിയ എഴുത്തുകാരൻ്റെ വാക്കുകളാണ് ഗുരു ആരാണ് എന്നറിയാനുള്ള അന്വേഷണത്തിന് എന്നെ പ്രേരിപ്പിച്ചത് എന്ന് വിനയപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നീടാണ് മനസ്സിലായത്, വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം എന്നാണ് ഗുരു അരുളി ചെയ്തത്. സന്ദേശം എത്തിക്കാൻ നോക്കിയത് ജാതി മത ചിന്തകൾക്കതീതമായി മനുഷ്യനെ കൂട്ടിയിണക്കാൻ നോക്കി, ആത്മീയ ബോധമുള്ളവരാക്കാൻ നോക്കി, അവരെ പ്രത്യാശയുള്ളവരാക്കാൻ പ്രേരിപ്പിച്ചു ഗുരു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പിന്തിരിഞ്ഞോടാതെ, തളർന്നു പോകാതെ, ആത്മഹത്യ ചെയ്യാതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള കരുത്തായി ഗുരുവിൻ്റെ വാക്കുകൾ മാറി. ആത്മീയ ബോധനം എന്നതിന് പുതിയ അർത്ഥതലങ്ങൾ സൃഷ്ടിച്ചു. ആത്മീയ ബോധനം എന്ന് പറയുന്നത് അത് പ്രായോഗികതയിലേക്ക് കൊണ്ടുവന്ന് അത് മനുഷ്യ സ്നേഹമാക്കി അതിനെ മാറ്റാൻ ഗുരു ശ്രദ്ധിച്ചു. തൻ്റെ അന്നദാനത്തിലൂടെ, ആതുര സേവനത്തിലൂടെ ആത്മീയ ബോധനത്തെ അദ്ദേഹം കൂട്ടിയിണക്കി. ആത്മീയത എന്ന് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, മനുഷ്യനെ സ്നേഹിക്കാൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, തളർന്നു പോയവരെ,
വാക്കുകൊണ്ടും നോക്കുകൊണ്ടും സാന്ത്വനം കൊണ്ടും ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ഉള്ളതാണ് ആത്മീയത എന്ന് ഗുരു അതിന് സാക്ഷ്യം പറഞ്ഞു തൻ്റെ ജീവിതത്തിലൂടെ. ആ ജീവിതമാണ് അതൊരു വലിയ സന്ദേശമായി ഇന്ന് ലോകത്തിലേക്കെല്ലാം എത്തിച്ചേരേണ്ടത്. അതിൻ്റെ അംബാസഡർമാരായി, ഈ സന്ദേശത്തിൻ്റെ ആ സന്ദേശവാഹകരായി നമ്മളെല്ലാം മാറണം എന്നാണ് എൻ്റെ വിനയപൂർവമായ അപേക്ഷ. ഞാനെപ്പോഴും പറയും, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകം സംഘർഷഭരിതമായിരുന്നു. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ഒരുപാട് ചോരത്തുള്ളികൾ വീണ, ഒരുപാട് മനുഷ്യരുടെ കബന്ധങ്ങൾ മാത്രമായ ശിരസറ്റ് വീണ ഒരു കാലമാണ്. കോടിക്കണക്കിന് മനുഷ്യരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങൾ കൊണ്ടും യാതനകൾ കൊണ്ടും പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും മരിച്ചു വീണത്. 1-ാം ലോകമഹായുദ്ധത്തിനും 2-ാം ലോകമഹായുദ്ധത്തിനും ഇടയിലുള്ള ലോകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് വല്ലാതെ നമ്മളെ അലട്ടുന്ന, നമ്മളെ വേട്ടയാടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ കരുതി അത് കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയായി, ജനാധിപത്യത്തിലേക്ക് ലോകം തിരിച്ചെത്തി, സൗഹൃദത്തിലേക്ക്, സ്നേഹത്തിലേക്ക് ലോകം തിരിച്ചെത്തി എന്ന് കരുതി. നമുക്ക് വീണ്ടും തെറ്റി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തുണ്ടായ കാര്യങ്ങളെല്ലാം 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും ലോകമെമ്പാടും ആവർത്തിക്കപ്പെടുന്നു. വീണ്ടും സംഘർഷമാണ്, സംശയങ്ങളാണ്, നിസാര കാരണങ്ങളുടെ പേരിൽ യുദ്ധങ്ങളാണ്, ബോംബുകൾ വർഷിക്കപ്പെടുന്നത് നിരപരാധികളായ മനുഷ്യർ, പാവങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളുടെ മീതെ അനാഥരാക്കപ്പെട്ട ബാല്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള പ്രയാണങ്ങൾ, എത്രയോ കാഴ്ചകളാണ്, ഭീതിതമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞു, വിയറ്റ്നാം യുദ്ധമുണ്ടായ കാലത്ത്, അമേരിക്കയുടെ നാപാം ബോംബുകൾ വിയറ്റ്നാമിൽ വർഷിക്കപ്പെട്ട കാലത്ത്, അഗ്നിഗോളങ്ങൾ ഉയരുന്ന കാലത്ത് ഒരു കുഞ്ഞ് ആ അഗ്നിഗോളങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നഗ്നയായി ഒരു കുഞ്ഞ് ഓടുന്ന ഒരു ചിത്രം, അതൊരു വലിയ ഫോട്ടോഗ്രാഫർ അത് ചിത്രത്തിലാക്കി ലോകം മുഴുവൻ എത്തിച്ചു. അന്ന് ലോകം മുഴുവൻ നടുങ്ങി. ലോകം മുഴുവൻ 50 വർഷങ്ങൾക്ക് മുൻപാണ് ലോകത്തിൻ്റെ മുഴുവൻ ഹൃദയത്തെ ഉലച്ചു. അത് അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിലെല്ലാം യുദ്ധത്തിനെതിരായ പ്രഖ്യാപനങ്ങളും റാലികളും ഉണ്ടായി. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടായി യുദ്ധത്തിനെതിരായി. കുഞ്ഞിൻ്റെ ചിത്രം മാത്രം കണ്ട്, ഇപ്പോൾ ഓടുന്ന കുഞ്ഞിൻ്റെ ചിത്രമല്ല ഉള്ളത്, കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്ന ചിത്രം കണ്ടിട്ടും നമ്മളൊന്നും മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. ലോകം പറയും ഐ ഫീൽ നത്തിങ്, എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം എൻ്റെ കുഞ്ഞല്ല മരിച്ചു വീണത്, എൻ്റെ കുഞ്ഞിൻ്റെ ശവശരീരമല്ല കൈമാറ്റം ചെയ്യപ്പെട്ടത്, എനിക്കൊന്നും തോന്നുന്നില്ല എന്നുള്ള ഒരു വല്ലാത്ത നിർവികാരതയിലേക്ക് ലോകം മാറുന്ന, ഭീതി ഉണർത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധ്യം വേണം. ഒരു ജീവിതകാലത്ത് സമ്പാദിച്ചത് മുഴുവൻ വഴിയിൽ ഉപേക്ഷിച്ച്, കുഞ്ഞുങ്ങളെയും മാറോടടക്കി പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട് പ്രയാണം നടത്തുന്ന ആ സങ്കടകരമായ കാഴ്ചകളാണ് ലോകത്ത് മുഴുവനുള്ളത്. അവിടെയാണ് ഗുരുവിൻ്റെ സന്ദേശം എത്തേണ്ടത്. ആ വാക്കുകൾ പ്രകാശം പരത്തണം, എല്ലാവരുടെയും മനസ്സുകളിൽ പ്രകാശം പരത്തണം. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നവർ, മനുഷ്യനെ ദ്രോഹിക്കുമ്പോൾ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സംഘർഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ, മനുഷ്യൻ കുത്തിമലർത്തുന്നത്, മനുഷ്യൻ കൊന്നൊടുക്കുന്നത് സ്നേഹത്തെയാണ്, ദൈവം നമുക്ക് തന്ന വരദാനമാണ് ഈ ജീവിതം എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടിനെയാണ്. അതിനെ മറികടക്കാൻ ഈ ഗുരുവിൻ്റെ സന്ദേശം, ഈ വിശ്വശാന്തി സന്ദേശത്തിലൂടെ ലോകം മുഴുവൻ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ കോഴിക്കോട് വെച്ച് ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഈ ആശ്രമം എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നോമ്പ് തുറയുടെ സമയമായത്. ഒരു വശത്ത് പ്രാർത്ഥന നടക്കുന്നു, മറുവശത്ത് നോമ്പ് തുറ നടക്കുന്നു, നോമ്പ് തുറക്കുന്നു. ഒരേ വേദിയിൽ വെച്ച് അത് ചെയ്യാൻ കഴിഞ്ഞ ഒരു വലിയ അടിത്തറയുള്ള, വലിയ ചിന്തയുള്ള ഒരു ആശ്രമമാണ് ഈ ആശ്രമം എന്ന് ഞാൻ പ്രത്യേകമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അത്തരമൊരു ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം അന്ന് കിട്ടിയത് ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. ഇന്നും ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളിയായി ഗുരുവിൻ്റെ ജന്മശതാബ്ദി
മഹോത്സവവും വിശ്വശാന്തി സന്ദേശയജ്ഞവും ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. തീർച്ചയായും ഈ ആശ്രമം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ഈ സർക്കാരിൻ്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ വിനയപൂർവ്വം പറയുന്നു. ഞാനിതിന് മുൻപുള്ള വീഡിയോ പ്രസൻറ്റേഷൻ കണ്ടു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എന്നെപ്പോലും സുന്ദരനാക്കാൻ പറ്റും എന്നെനിക്ക് ബോധ്യമായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെയുള്ള എൻ്റെ ചിത്രങ്ങൾ കണ്ടു. അപ്പോൾ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇന്ന് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന തലത്തിലേക്ക് ഈ ആശ്രമം വളരുകയാണ്. ഈ ആശ്രമത്തിൻ്റെ സന്ദേശം എല്ലായിടത്തും എത്തട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ജന്മശതാബ്ദി മഹോത്സവവും മഹാമഹോത്സവവും വിശ്വശാന്തി സന്ദേശയജ്ഞവും ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.